പാത്തുമ്മായുടെ ആട് ഭാഗം 3. അന്ന് അബിയും പാത്തുക്കുട്ടിയും പതിവ് പോലെ സ്കൂളിലേക്ക് പോയി. കുറേ കഴിഞ്ഞപ്പോൾ അബി പാത്തു പതുങ്ങി റോഡിൽ നിന്ന് എന്നെ കൈ കാണിച്ചു വിളിച്ചു. എന്താണ് സംഭവിച്ചത്? ഞാൻ ഇറങ്ങിച്ചെന്നു. പാത്തുക്കുട്ടി ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ പതുങ്ങിയിരിപ്പുണ്ട്. ഞാൻ ചെന്നപാടെ അബി പറഞ്ഞു, വലിയ മൂത്താപ്പ, ബാപ്പ സെറേറ്റ് പെൻസിൽ മേടിക്കാൻ തന്ന അരയണ ട്രൗസറിൻ്റെ കീസയിലുണ്ടായിരുന്നു. നീ എന്താ പറയുന്നടാ? ആട് തിന്ന കീസയിലുണ്ടായിരുന്നു. പാത്തുമ്മായുടെ ആട് അരയണയും ഹബ്ബിലാക്കി. പക്ഷേ ആട് നാണയം തിന്നുമോ? ഞാൻ പറഞ്ഞു, നിങ്ങളിത് ആരോടും പറയണ്ട, പരമരഹസ്യമാക്കി വെച്ചേക്ക്. അരയണ കിട്ടാൻ വഴിയുണ്ടോ എന്ന് നോക്കട്ടെ, അബി ഓർമ്മിപ്പിച്ചു. ഉമ്മാമ്മ കണ്ടാൽ തല്ലും. ഒളിച്ചു നിന്നോ? ഞാൻ വന്ന് പാത്തുമ്മായോട് 2 അണ കടം വാങ്ങിച്ച് അരയണ കൊണ്ടുപോയി അബിക്കും പാത്തുക്കുട്ടിക്കും കൊടുത്ത് അവരെ സ്കൂളിലേക്ക് അയച്ചു. പാത്തുമ്മായുടെ ആട് മുറ്റത്ത് നിൽപ്പുണ്ട്. ഏത് സമയത്തും 2 കാലണകൾ വീണേക്കാം. ഞാൻ കാത്തിരിപ്പായി. പക്ഷേ കൊച്ചു കൊച്ചു ഉണ്ടകൾ വീഴുന്നുണ്ട്. വട്ടത്തിലുള്ളത് യാതൊന്നും തന്നെ വീഴുന്നില്ല. എന്താ കാരണം? വീഴാതിരിക്കുമോ? എൻ്റെ കണ്ണുകൾ ആടിൻ്റെ പിറകെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ഉത്കണ്ഠയോടെ എന്നെ നോക്കിക്കൊണ്ട് പറ്റം പറ്റമായി വിദ്യാർത്ഥിനികൾ റോഡേ പോയി. സുന്ദരി മണികൾ. എനിക്ക് സന്തോഷമായി. അവർക്കറിയാം ഞാൻ ആരാണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നത്. അവർ തമ്മിൽ ഒരു സംവാദം നടക്കും. ഇത് ഞാൻ സുന്ദരമായി ഭാവന ചെയ്തതാണെന്ന് ഓർക്കണമേ. ചുരുളൻ മുടിക്കാരി ആ ചാരുകസരയിൽ മലർന്നു കിടക്കുന്നത് ആരെന്നറിയാമോ? മാൻകണ്ണി. പിന്നറിഞ്ഞുകൂടെ, സുപ്രസിദ്ധ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ. കോകിലവാണി. ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കുമല്ലോ. പൂച്ചക്കണ്ണി. അതയാളൊന്നുമല്ല, ആ ചെറ്റക്കുടിൽ പോലത്തെ വീട് കണ്ടില്ലേ? മധുവാണി. പോടി പൂച്ചക്കണ്ണി, അദ്ദേഹമാണത്. കാണണോ ഇന്നെൻ്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കുന്നത്? പൂച്ചക്കണ്ണി. ഓ പോടി, എന്നാലൊന്ന് കാണാമല്ലോ. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന വഴി അവർ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വേറൊരു സംഭവം ഓർമ്മിച്ചു. ഞാൻ മറ്റേ കെട്ടിടത്തിലാണ് അന്ന് താമസിക്കുന്നത്. ഞാൻ വന്ന വിവരം അറിഞ്ഞ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ വന്നു പറഞ്ഞു, സ്കൂൾ വാർഷികമാണ്, ഞാനൊന്ന് പ്രസംഗിക്കണം. കുട്ടികൾക്കൊരു ഉപദേശം കൊടുത്താൽ മതി. ഞാൻ പ്രസംഗിക്കാറില്ല. ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവുകയുമില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നോട്ടീസിൽ പേരച്ചടിക്കും, ഉണ്ടായെങ്കിൽ വന്നാൽ മതി. നോട്ടീസ് അച്ചടിച്ചു. പേരുമുണ്ട്. ഞാൻ എന്തു ചെയ്യും? മനസ്സമാധാനത്തോടെ വല്ലതും എഴുതാൻ വന്ന ആളാണ്. അങ്ങനെ ചെടികളുടെ ഇടയിൽ ഞാൻ നിൽക്കുമ്പോൾ ഗേറ്റിൻ്റെ ആഴികളുടെ ഇടയിൽ 2 കണ്ണുകൾ, ചുരുണ്ട മുടിയുള്ള ഒരു പെൺകുട്ടി. ഞാൻ വിചാരിച്ചു, നല്ല മുല്ലപ്പൂവിനോ പിച്ചിപ്പൂവിനോ ആയിരിക്കും. ഞാൻ ചോദിച്ചു, എന്താ? അവൾ പറഞ്ഞു, നോട്ടീസിൽ പേരടിച്ചിട്ടുണ്ട്, ഞങ്ങളോട് പ്രസംഗിക്കണം. വരാതിരിക്കരുത് കേട്ടോ. അപ്പോഴുണ്ടെങ്കിൽ വരാം. പിന്നെ ദിവസവും അവളും മറ്റു പെൺകുട്ടികളും കൂടി ഗേറ്റിനടുത്ത് വന്ന് വിളിച്ചു പറയും, വരാതിരിക്കരുത് കേട്ടോ. എന്നാൽ ആനിവേഴ്സറിയുടെ തലേദിവസം ഞാൻ ഒറ്റ പോക്ക് കൊടുത്തു. പെട്ടിയും കിടക്കയും ഒന്നും എടുക്കാതെയാണ്, ചുമ്മാ വെറും കൈയോടെ. ഉമ്മായോട് മാത്രം പറഞ്ഞു. എന്നിട്ട് വാർഷിക മഹോത്സവം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വന്നു. അന്ന് തന്നെ ചുരുണ്ട മുടിക്കാരിയും മറ്റും വന്ന് ചോദിച്ചു, എന്താണ് ഈ കാണിച്ചത്? ഞാൻ പറഞ്ഞു, ഉണ്ടെങ്കിൽ വരാമെന്നല്ലേ പറഞ്ഞിരുന്നത്. നല്ല പുള്ളിയാ, അതങ്ങനെ പോയി. പടി കടന്നു വരുന്ന പെൺകുട്ടികളിൽ ആ ചുരുളൻ മുടിക്കാരി ഉണ്ടോ എന്ന് ഞാൻ നോക്കി. ഇല്ല, എല്ലാവരും വലുതായി പോയിരിക്കണം. എത്ര വേഗമാണ് ഈ പെൺപിള്ളേര് വലുതാവുന്നത്. ഞാൻ അവരുടെ ഓട്ടോഗ്രാഫിൽ എഴുതാനായി പേനയെടുക്കാൻ വിചാരിച്ചു. ഉടനെ തോന്നി, വരട്ടെ, കുറേ നേരം വന്നു നിൽക്കട്ടെ അവർ വന്നു. എന്നെ നോക്കിയില്ല. അവർ നേരെ ചാമ്പമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ഉമ്മായോട് എന്തോ പറഞ്ഞിട്ട് എന്തോ കൊടുത്തു. ഉമ്മ തുണിത്തുമ്പിൽ നിന്ന് ഒരു കുന്ന് ചാമ്പങ്ങായെടുത്ത് അവർക്ക് കൊടുത്തു. അവർ ഓരോന്ന് അവിടെ നിന്ന് കടിച്ച് തിന്നുകൊണ്ട് ചാമ്പമരത്തിലേക്ക് കൊതിയോടെ വായിൽ വെള്ളം ഊറിച്ചുകൊണ്ട് നോക്കി. കൊതിച്ചിക്കഴുതകൾ. ഉമ്മായുടെ വൃത്തികെട്ട തുണിത്തുമ്പിൽ കെട്ടിയിരുന്ന ചാമ്പങ്ങായാണ് അവർ കൊതിയോടെ തിന്നുന്നത്. എന്നാൽ വൃത്തിയുള്ള എന്നെ നോക്കിക്കൂടെ? കഴുതക്കൂമ്പാരങ്ങളെ. ഒരു ഞെട്ടലോടെ എനിക്ക് രഹസ്യങ്ങളെല്ലാം വ്യക്തമായി. പെൺപിള്ളേരെ നോക്കിയിരുന്നത് എന്നെയായിരുന്നില്ല, ചാമ്പങ്ങയായിരുന്നു. കൊതിച്ചികൾ. പെൺകുട്ടികളെല്ലാം ചാമ്പങ്ങയുമായി പോയപ്പോൾ ഞാൻ ഉമ്മായോട് ചോദിച്ചു, അവരെന്താ ഉമ്മ തന്നത്? ഉമ്മ പറഞ്ഞു, ഒരണ ചാമ്പങ്ങ ആ പെൺപിള്ളേർക്ക് വിൽക്കുകയായിരുന്നു. പിന്നല്ലാതെ. ഒരണയ്ക്ക് എത്ര കൊടുത്തു? 20. കൊള്ളാം, ഞാൻ എത്രയെത്ര 20 പാത്തുമ്മായുടെ ആടിനെ തീറ്റിയിരിക്കുന്നു. ആ പെൺപിള്ളേർ എന്നെ നോക്കാത്തതിലുള്ള അനാസ്ഥ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. ആ ചാമ്പമരം ആരാ നട്ടുവളർത്തിയത്? ഉമ്മായോട് ചോദിച്ചു. ഇത് നീ തളിയാക്കിയെന്ന് കുരു കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാ. തിരിഞ്ഞോ? തളിയാക്കൽ എന്ന ഒരു ജാക്കബിയറ്റ് ക്രിസ്ത്യാനി കുടുംബം അടുത്തുണ്ട്.
അവിടെ തൊമ്മൻ, മാത്തൻ കുഞ്ഞ്, കുഞ്ഞപ്പൻ എന്നീ ഇഷ്ടക്കാരുണ്ട്. അവിടുന്ന് കൊണ്ടുവന്നു ഞാൻ നട്ടു വളർത്തിയതാണല്ലേ. കഴുതകൾ എന്നെ നോക്കിയില്ല. ഞാൻ ചാടി എണീറ്റ് ഉമ്മായോട് പറഞ്ഞു, ആ ഒരണ ഇങ്ങിട്. ഉമ്മ അത് ഉടനെ തന്നു. ഞാൻ പോയി ബീഡി വാങ്ങി. എന്നിട്ട് നദീവക്കത്ത് പോയിരുന്നു. പഴയ നദിയെ നോക്കി എന്നെ നോക്കിയിട്ടില്ലാത്ത ആ കൊതിച്ചി പെൺകുട്ടികളെ ഓർത്തു. പുകവിട്ടു. പിന്നെ ദിവസവും പെൺപിള്ളേർ എൻ്റെ ചാമ്പമരത്തെ നോക്കും. അതിൽ ഇറിഞ്ഞില് പോലെ ചാമ്പങ്ങ കിടപ്പുണ്ട്. ഞാൻ തന്നെത്താൻ പറയും, കഴുതകളെ നോക്കിക്കോ, എൻ്റെ ചാമ്പമരമാണ് ഈ ഞാൻ നട്ടുവളർത്തിയതാണ് കഴുതകൾ. അവരോട് എങ്ങനെ പ്രതികാരം ചെയ്യും? കസേരയിൽ ഇങ്ങനെ കാത്തിരിപ്പായി. മുറിയിൽ പോയി കിടക്കാറൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ വന്നു. ഞാൻ എണീറ്റു ചെന്ന് വളരെ അവജ്ഞയോടെ ചോദിച്ചു, എന്തു വേണം? അരയണയ്ക്ക് ചാമ്പങ്ങ. കാശെട്. കാശ് വാങ്ങി ഒക്കടിയിൽ തിരുകി. എന്നിട്ട് വളരെ ചെറുത് നോക്കി 10 എണ്ണം കൊടുത്തു. ഇതെന്താ, എല്ലാം ചെറുതാണല്ലോ. ആ വല്യമ്മയാണെങ്കിൽ വലുത് തരുമല്ലോ. ആ വല്യമ്മക്ക് ഈ വൃക്ഷത്തിന്മേൽ വലിയ അവകാശമൊന്നുമില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ തന്നത്. കഴുതകൾ. എന്നാ പിന്നെ ഒന്ന് കൊടുത്താ. ഈ വൃക്ഷം അധ്വാനിച്ച് നട്ടുപിടിപ്പിച്ച ആൾക്ക് അതിഷ്ടമല്ല. ഒരെണ്ണം പോലും ഞാൻ കൂടുതൽ കൊടുത്തില്ല. എന്തൊരു മനുഷ്യർ എന്നും പറഞ്ഞ് ആ കൊതിച്ചുകൾ പോയി. പെരും വയറികൾ. എന്നെ ഒന്ന് നോക്കാൻ പാടില്ല. ലജ്ജയില്ലാതെ എൻ്റെ ചാമ്പമരത്തിൽ നോക്കാം. ഇങ്ങനെ ഞാൻ ചാമ്പങ്ങ വിൽക്കുമ്പോൾ ഉമ്മ വന്ന് കാശ് ചോദിക്കും. ഞാൻ ചോദിക്കും, എന്തിന്? ഉമ്മായ്ക്ക് ഈ ചാമ്പവൃക്ഷത്തിന്മേൽ എന്തൊരു അവകാശമാണുള്ളത്? ഇത് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. എൻ്റെ ചോരയാണ് ഇതിൽ ചാമ്പങ്ങയായി കിടക്കുന്നത്. ഉമ്മ ഇത് എത്ര കൊല്ലങ്ങളായി വിൽക്കുന്നു? ആ പണമൊക്കെ എവിടെ? ഉമ്മ തോറ്റവിടെ നിൽക്കുകയാണ്. ഞാൻ വിട്ടില്ല. എന്നിട്ട് തൊട്ടതിനൊക്കെ രൂപ. അത് വാങ്ങണം, ഇത് വാങ്ങണം. എത്ര രൂപ? ആരാ ഇരുമ്പൻ പുളി നട്ടത്? മുറ്റത്തിൻ്റെ ഒരു വശത്ത് വലിയ ഒരു ഇരുമ്പൻ പുളിയുണ്ട്. വേര് മുതൽ ഇറിഞ്ഞില് പോലെ തന്നെ പച്ച നിറത്തിൽ പുളികൾ അങ്ങനെ പൊതിഞ്ഞു കിടക്കുകയാണ്. അതും ഉമ്മ പറിച്ചു വിൽക്കാറുണ്ട്. അതും ഞാൻ നട്ടുപിടിപ്പിച്ചതല്ലേ? ഉമ്മ പറഞ്ഞു, അത് നിന്റെ ബാപ്പ നട്ടുപിടിപ്പിച്ചതാ. ഞാൻ ഒത്തിരി വെള്ളം കോരിയിട്ടുണ്ടതിന്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കില്ല. പോട്ടെ. ഉമ്മ കെറിവെച്ച് അപ്പുറത്തേക്ക് പോയി. ഞാൻ ആനുമ്മയെ വിളിച്ച് ഒരു ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ആനുമ്മ അടുത്ത വീട്ടിൽ ചെന്ന് ഒരു പയ്യനെ വിട്ട് ചായ കൊണ്ടുവരുവിച്ചു തന്നു. ഞാൻ അതും കുടിച്ച് ഒരു ബീഡിയും വലിച്ച് അങ്ങനെ രസത്തിലിരിക്കുമ്പോൾ വരുന്നു ഒരു അഞ്ജനക്കറുമ്പി. 10-16 വയസ്സ് കാണും. ചാമ്പങ്ങയ്ക്ക് തന്നെ കാലണക്കാരിയോ അരയണക്കാരിയോ? കഴുതയ്ക്ക് ചെറുതേ കൊടുക്കുകയുള്ളൂ. പക്ഷേ അവൾ ചാമ്പ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയില്ല. അവൾ നേരെ എൻ്റെ അടുത്ത് വന്ന് തൊഴുതു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സാറിനെ അറിയും. സാറിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. സാറ് വന്നിട്ടുണ്ടെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. അതാ വന്നത്. എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ എന്തെങ്കിലും ഒന്നെഴുതി ഒപ്പിട്ട് തരണം. എൻ്റെ മാനം രക്ഷിക്കാൻ വന്ന സുന്ദരിയായ കറമ്പി, നിനക്ക് മംഗളം. ആചന്ദ്രതാരം, നീ സുഖമായി ജീവിക്കുക. എന്താ നിൻ്റെ പേര്? ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, സുഹാസിനി. ഏതു ക്ലാസ്സിൽ പഠിക്കുന്നു? 6th. കുട്ടി ഏതാ? ഞാൻ ചുമട്ടുകാരൻ മാധവൻ്റെ മകളാ. തൊഴിലാളിയുടെ മകളാണല്ലേ. തൊഴിലാളികൾ ചെയ്യിക്കട്ടെ. ഞാൻ മുറിയിൽ പോയി പേന എടുത്തുകൊണ്ടുവന്ന് സുഹാസിനിയുടെ ഓട്ടോഗ്രാഫ് ബുക്കിൽ സുഹാസിനിക്ക് സർവ്വമംഗളങ്ങളും നേരുന്നു എന്നെഴുതി ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് സുഹാസിനിയോട് ചോദിച്ചു, ചാമ്പങ്ങ തിന്നണോ? തിന്നിട്ടുണ്ട്, അവൾ പറഞ്ഞു. ഞാൻ ഒരു വലിയ കടലാസ് കൊണ്ടുവന്നു. ചാമ്പമരത്തിൽ കയറി ഒരു 50 മുഴുത്തതും ചുവന്നതും പറിച്ച് കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, സുഹാസിനി, ഈ ചാമ്പമരം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. നേരോ? നേര്. അവൾ തൊഴുതിട്ട് പോയി. അന്ന് രാത്രി ഒരു വിശേഷ വർത്തമാനം കേട്ടു. പാത്തുമ്മാട ആട് ഉടനെ പെറും. ഗർഭമുണ്ടെന്നല്ല, ഉടനെ പ്രസവിക്കുമെന്ന്. ഈ വിശേഷ സംഭവം ഞാൻ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അതിന് ഗർഭമുള്ളതായി പോലും തോന്നിയില്ല. ചിലപ്പോൾ വയറ് വീർത്തു കാണും, ചിലപ്പോൾ വയറ് ചൊട്ടിക്കാണും. ഗർഭമുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കുമോ? ഞാൻ ഉമ്മായോട് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, അത് പെറാറായി. എനിക്ക് സംശയം. നേരോ? എനിക്കെന്തുകൊണ്ട് തോന്നിയില്ല? സ്ത്രീജനങ്ങളെല്ലാവരും പറയുന്നതല്ലേ, സ്ത്രീകളാണല്ലോ പ്രസവങ്ങളുടെയെല്ലാം പരമാധികാരികൾ. സുഖപ്രസവമായിരിക്കുമോ? പാത്തുമ്മയുടെ ആട് കഥ തുടരും.